ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് പംകിൻ കൊണ്ട് നല്ലൊരു സൂപ്പ് തയ്യാറാക്കാം. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരും ഫസ്റ്റ് ടൈം കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം. അപ്പം ഞാനിടുന്ന ലേറ്റസ്റ്റ് വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നഷാഷൂസ് വേൾഡ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മത്തങ്ങ കൊണ്ടുള്ള സൂപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 3-4 പീസ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ഹാഫ് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 കപ്പ് മത്തങ്ങ ചേർത്ത് കൊടുക്കാം. മഴക്കാലത്തൊക്കെ ചൂടോടെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണിത്. നമുക്കിത് വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാനും സാധിക്കും. 2-3 മിനിറ്റ് ഈ മത്തങ്ങയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മത്തങ്ങ നമ്മൾ സാധാരണ വീട്ടിൽ മേടിക്കുന്ന വെജിറ്റബിൾ തന്നെയാണല്ലോ. അടുത്ത പ്രാവശ്യം മത്തങ്ങ മേടിക്കുമ്പോൾ നിങ്ങൾ ഇതേപോലെ സൂപ്പൊന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. നമ്മൾ വൈറ്റ് പെപ്പർ പൗഡറാണ് ഈ സൂപ്പിലേക്ക് യൂസ് ചെയ്തിരുന്നെങ്കിൽ സൂപ്പിന് ഒന്നും കൂടി നല്ല യെല്ലോ കളർ കാണും. സെർവ് ചെയ്യുമ്പം നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. ഇതിലേക്ക് നമുക്കൊരു 5 കാഷ്യൂ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 4-5 പീസ് ബോൺലെസ് ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം. വെജിറ്റേറിയൻസിനാണെങ്കിൽ ചിക്കൻ ആഡ് ചെയ്യുന്ന സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാം. പ്ലീസ് പിന്നീട് മറന്നു പോകാതിരിക്കാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റിൽ ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾക്കെങ്കിലും നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കൊരു ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് ഇങ്ങനെ തന്നെ ഇത് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ കുക്കർ അടച്ച് ഒരു വിസിലടുപ്പിച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിൽ ഒരു വിസിലടുപ്പിച്ചാണ് എടുക്കുന്നത്. കുക്കറിൻ്റെ സ്റ്റീമെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. മത്തങ്ങയും ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത ചിക്കൻ പീസ് ഒന്നെടുത്ത് മാറ്റി വെക്കാം. ചിക്കൻ പീസ് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന മത്തങ്ങയുടെ മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മത്തങ്ങയുടെ മിക്സ് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അടിച്ചെടുത്ത സൂപ്പിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. സൂപ്പിൻ്റെ തിക്നെസ്സൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമ്മുടെ സൂപ്പ് ഇവിടെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. സൂപ്പ് തിളച്ച് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ആഡ് ചെയ്യുമ്പോൾ സൂപ്പിന് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. അടുത്തതായിട്ട് ഈ സൂപ്പിലേക്ക് നമുക്ക് കുറച്ച് സ്വീറ്റ് കോൺസും കൂടി ചേർത്ത് കൊടുക്കാം. ഹെൽത്തിയും ടേസ്റ്റിയും നല്ല ക്രീമി ആയിട്ടുള്ള പംകിൻ സൂപ്പ് റെഡിയായി. വെജിറ്റേറിയൻസിനാണെങ്കിൽ നമുക്കിത് ചിക്കൻ അവോയ്ഡ് ചെയ്ത് പംകിൻ മാത്രമായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നല്ല ചൂടോടെ തന്നെ നമുക്ക് ഈ സൂപ്പ് സെർവിങ് ബൗളിലേക്ക് എടുക്കാം.
നമുക്ക് ഈ സൂപ്പിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. ക്രീം ചേർത്ത് കൊടുക്കുന്ന സ്റ്റെപ്പ് ഓപ്ഷണലാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ സൂപ്പ് ഒന്നും കൂടി ടേസ്റ്റ് കൂടും, ഒന്നും കൂടി നല്ല ക്രീമി സ്ട്രക്ചർ കിട്ടും. ലാസ്റ്റായിട്ട് ഈ സൂപ്പിലേക്ക് പംകിൻ്റെ സീഡ് റോസ്റ്റ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള പംകിൻ സൂപ്പ് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം. നിങ്ങളെല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ ആരും മറക്കരുത്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പുതിയൊരു വീഡിയോയിൽ വരുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.